സിനിമയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് വസ്ത്രാലങ്കാരം. പല സിനിമകളും നായകനായും നായികയായും നടിക്കുന്ന വസ്ത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. ഇത്തരത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കേറിയ കോസ്റ്റ്യൂം ഡിസൈനറാണ് സമീറ സനീഷ്. 200-ലധികം സിനിമകളിൽ സമീറ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാലും പ്രേമം, സാൾട്ട് ആൻഡ് പേപ്പർ, ഭീഷ്മപർവം, ഹൗ ഓൾഡ് ആർ യു, തട്ടത്തിൻ മറയത്ത് എന്നീ ചിത്രങ്ങളിൽ നായികാനായകന്മാരുടെ വേഷങ്ങൾ മലയാളികൾക്കിടയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. മികച്ച വസ്ത്രാലങ്കാരത്തിനും സമീറ 3 തവണയാണ് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ സിനിമയിലെ വസ്ത്രാലങ്കാരത്തെക്കുറിച്ചും മമ്മൂട്ടിയോടൊപ്പമുള്ള അനുഭവത്തെക്കുറിച്ചും സമീറ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമായിരിക്കുകയാണ്. മമ്മൂട്ടിയോടൊപ്പം പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങളും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന കാര്യവും സമീറ തുറന്നു പറയുന്നു. മമ്മൂട്ടിക്ക് വേണ്ടി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കംഫർട്ടാണെന്ന് താരം പറയുന്നത്. മമ്മൂട്ടിക്ക് സോഫ്റ്റ് ഫാബ്രിക്കാണ് ഇഷ്ടമെന്നും ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ തയ്യാറാക്കിയ വേഷം കംഫർട്ടായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആവേശത്തിനായി അദ്ദേഹം അത് ധരിച്ചുവെന്നും സമീറ പറഞ്ഞു. ഭീഷ്മപർവം എന്ന ചിത്രത്തിനായി അദ്ദേഹത്തിന് 12 കുർത്തകൾ തയ്യാറാക്കിയിരുന്നു. പ്രത്യേക തരത്തിലുള്ള കുർത്തകളായിരുന്നു അത്. അവ ധരിച്ചപ്പോൾ മമ്മൂട്ടിയുടെ കൈകൾ ചുവന്ന പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു ഫാബ്രിക് ഉപയോഗിക്കുകയായിരുന്നു എന്ന് സമീറ പറഞ്ഞു. സംസ്ഥാന പുരസ്കാരം വാങ്ങാൻ പോയ ദിവസം മമ്മൂക്ക ധരിച്ചത് താൻ ഡിസൈൻ ചെയ്ത ഷർട്ടായിരുന്നു. അത് തനിക്ക് പുരസ്കാരം കിട്ടിയതിലും വലിയ സന്തോഷമായിരുന്നു എന്ന് സമീറ പറയുന്നു. താരങ്ങൾ ധരിച്ച വസ്ത്രങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് നിർമ്മാതാവിന്റെ പെട്ടിയിലാക്കി കൊടുക്കുമെന്നാണ് സമീറ പറയുന്നത്. ഇതിൽ ചിലത് മറ്റ് ചിത്രങ്ങളിൽ ആവശ്യം വന്ന് ജൂനിയേഴ്സിന് കൊടുക്കും. അല്ലാതെ അവയൊന്നും കൂടുതലായി രണ്ടാമത് ഉപയോഗിക്കാറില്ലെന്നും സമീറ പറയുന്നു.